നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഞാൻ കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ പട്ടാമ്പിയിലെ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പരാജയപ്പെട്ട ഒരാളാണ് ഞാൻ. അന്ന് തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തന സമയത്ത് പട്ടാമ്പിയിലെ ജനങ്ങൾക്ക് നൽകിയിരുന്ന ഒരു വാക്കായിരുന്നു തെരഞ്ഞെടുപ്പിലെ ജയപരാജയങ്ങൾക്കപ്പുറം വരുന്ന നാളുകളിൽ പട്ടാമ്പിയിൽ തന്നാൽ കഴിയുന്ന രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും കാരുണ്യ പ്രവർത്തനവും നടത്തി ഏറ്റവും സജീവമായി ഞാനിവിടെ ഉണ്ടാകുമെന്നൊരു വാക്ക് നൽകിയിരുന്നു. ആ വാക്ക് കഴിഞ്ഞ 5 വർഷം 2021 മെയ് മാസം തൊട്ട് ഈ സമയം വരെ ഞാൻ ആ വാക്ക് പാലിച്ചാണ് മുന്നോട്ട് പോയത്. സ്വാഭാവികമായും അവിടെ സ്ഥിരമായി രാഷ്ട്രീയ പ്രവർത്തനം പൊതുപ്രവർത്തനം നടത്തിയ ഒരാൾ എന്ന രീതിയിൽ, മുൻ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ എൻ്റെ പേരും സ്ഥാനാർത്ഥി പട്ടികയിലുണ്ടായിരുന്നു. ആ സ്ഥാനാർത്ഥി പട്ടികയിൽ ഞാൻ വന്നത് ഞാൻ ആ കഴിഞ്ഞ 5 വർഷം നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഒരു അംഗീകാരമായിട്ട് ഞാൻ കാണുകയാണ്. അവിടെ പാർട്ടി ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. സ്വാഭാവികമായും അത് വാർത്തയിൽ കണ്ട് അവിടെ സ്ഥാനാർത്ഥിയാകുമോ എന്ന് പ്രതീക്ഷിച്ച ചില ആളുകൾ, പ്രത്യേകിച്ച് വിശിഷ്യ CPM-ലൊക്കെ പ്രവർത്തിക്കുന്ന നമ്മുടെ സുഹൃത്ത് വലയങ്ങൾ, അവർ ഇത്തരം ഒരു വാർത്ത കണ്ട് പട്ടാമ്പിയിൽ ഞാൻ മത്സരിക്കുന്നില്ല എന്ന് കണ്ട ഒരു ഘട്ടത്തിലാണ് ചില ആളുകളൊക്കെ എന്നെ ബന്ധപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. പഴയകാല എൻ്റെ കൂടെ ക്യാമ്പസിൽ പഠിച്ചവർ, എൻ്റെ കൂടെ ആ സമകാലീന SFI നേതാക്കളും ഒക്കെ എന്നെ ബന്ധപ്പെട്ടു എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതൊരു സൗഹൃദ വിളി മാത്രമാണ്. ഞാൻ ആ ക്ഷണം, ആ വിളി, ആ സമയത്ത് തന്നെ എൻ്റെ നിലപാട് പറഞ്ഞ് അവസാനിപ്പിച്ചതാണ്. ഞാൻ ഈ ഘട്ടത്തിൽ നിങ്ങൾ ഇത്രയും പത്രക്കാർ പലരും എന്നെ വിളിച്ചല്ലോ, ഈ സമയം വരെ അത്തരമൊരു ചർച്ച ഞാനുമായി നടത്തിയിട്ടില്ല, അത്തരമൊരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇന്നലെയും ഇന്നുമൊക്കെയായി വളരെ കൃത്യമായി ഞാൻ സ്ഥാനാർത്ഥിയാണ് എന്ന രീതിയിലുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഏതായാലും അത്തരമൊരു സാഹചര്യമില്ല. ഞാൻ 100% പാർട്ടിയാണ്. ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അടിയുറച്ച ഒരു പ്രവർത്തകനാണ്. എൻ്റെ രാഷ്ട്രീയ ജീവിതം ഇവിടെ ഇത്തരം മാധ്യമ പ്രവർത്തകർക്കുൾപ്പെടെ ബോധ്യമാണ്. നിങ്ങളിൽപ്പെട്ട പലരും ക്യാമ്പസിൽ ഉൾപ്പെടെ പഠിക്കുന്ന കാലത്ത് നമ്മൾ ഒരുമിച്ച് നടത്തിയ പോരാട്ടമുണ്ട്. അത് SFIക്കെതിരാണ്, അത് ഫാസിസത്തിനെതിരാണ്, അത് അക്രമത്തിനെതിരാണ്. ആ നിലപാട് തുടരാനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അതിശക്തനായിട്ടുള്ള പ്രവർത്തകനായി എന്നും നിൽക്കാനുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത്തരം ഒരു വാർത്ത അവാസ്തവമാണ്. ഇനിയെങ്കിലും അത്തരം വാർത്തകളിൽ നിന്ന് മാധ്യമം പിന്മാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് എൻ്റെ സുഹൃത്തുക്കൾ അതിലുണ്ട്. സ്വാഭാവികമായി അവരൊക്കെ ഇത്തരമൊരു വാർത്ത പട്ടാമ്പിയിലെ സ്ഥാനാർത്ഥി ലിസ്റ്റ് വന്നപ്പോൾ അവരെന്നോട് വിളിച്ചു, സ്ഥാനാർത്ഥിയാകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ആ സമയം തന്നെ ഞാൻ ആ ക്ഷണം നിരസിച്ചതാണ്. അത്തരമൊരു സാഹചര്യത്തിലേക്ക് ഞാൻ ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞതാണ്. കോൺഗ്രസിലെ നേതാക്കൾ റിയാസിനോട് സംസാരിച്ചു ഇന്ന് ഉച്ചവരെയൊക്കെ അവർ കാത്തിരിക്കുന്നു എന്നാണ് CPM കേന്ദ്രങ്ങളിൽ നിന്ന് എന്തായാലും പറഞ്ഞത്. റിയാസ് മുക്കോളിക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്യാണ് എന്ന് CPM കേന്ദ്രങ്ങളിൽ പറഞ്ഞിരുന്നു. അത്തരമൊരു കാര്യം അതിനെ സംബന്ധിച്ച് എനിക്കൊരു അറിവില്ല. നിങ്ങളിൽ വിളിച്ച ആളുകളോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരിക്കലും അത്തരമൊരു തീരുമാനം എടുക്കില്ല എന്നുള്ളത്. പിന്നെ എന്താണ് അങ്ങനെ അവരെന്നെ കാത്തിരിക്കാനുണ്ടായിട്ടുള്ള സാഹചര്യം എന്നുള്ളത് അവരോട് ചോദിക്കേണ്ട കാര്യമാണ്, എനിക്കറിയില്ല. ഈ സംസ്ഥാനത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDFും പറയുന്ന മുഴുവൻ മണ്ഡലങ്ങളിലും ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ പോകും. 140 മണ്ഡലങ്ങളിലും പോകണമെന്നാണ് വ്യക്തിപരമായി ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ പാർട്ടി അത് പറയുന്ന സ്ഥലം, അത് എല്ലാ സ്ഥലത്തും ഞാൻ പോകും. ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യം, നിങ്ങളെല്ലാവരും വള്ളിക്കുന്ന് എന്ന് പറഞ്ഞ് വള്ളിക്കുന്നിൽ റിയാസ് മുക്കോളി എന്ന് പറഞ്ഞ ഒരു വാർത്ത കൊടുത്ത സ്ഥിതിക്ക് കുറച്ച് സമയം അധികം വള്ളിക്കുന്നിൽ നിൽക്കണമെന്നൊരാഗ്രഹം എനിക്കുണ്ട്. എല്ലാ സമയങ്ങളിലും ഈ കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലും UDFിന് വേണ്ടി കഴിഞ്ഞ 10 വർഷക്കാലത്തെ ശ്രീ പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ കിരാത ഭരണത്തിനെതിരെയുള്ള പോരാട്ടത്തിന് മുന്നിൽ നിന്ന് പോരാട്ടം നയിക്കാൻ ഞാനുണ്ടാകുമെന്നാണ് പറയുന്നത്. ഒരുപാട് മർദ്ദനമേറ്റൊരു നേതാവാണ്, ഒരുപാട് കാലം പട്ടാമ്പിയിൽ വർക്ക് ചെയ്തു. താഴെപ്പെട്ടു എന്നൊരു ഫീലിംഗ് ഉണ്ടോ? ഞാൻ 2021 നമുക്കറിയാം, കേരളത്തിലെ 90 പേർക്കാണ് കോൺഗ്രസിൽ മത്സരിക്കാൻ അവസരം കിട്ടുക. 2021 ആ 90-ൽപ്പെട്ട ഒരാളാണ് ഞാൻ. ഈ പാർട്ടിയിൽ നിന്ന് എനിക്ക് ഒരുപാട് അവസരം കിട്ടിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സമയത്ത് എന്തെങ്കിലും ഒന്ന് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഞാൻ നേരത്തെ യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും അതുപോലെ കോൺഗ്രസിൻ്റെയും ഉന്നത പദവി എനിക്ക് പാർട്ടി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടാമ്പിയെ പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സീറ്റിൽ എന്നെ മത്സരിക്കാനും പാർട്ടി മത്സരിപ്പിച്ചതാണ്. അപ്പം അങ്ങനെ വലിയ അവസരങ്ങൾ കിട്ടിയ ഒരാളാണ് ഞാൻ. അപ്പം ഇത്തരം ഒരു
ഞാനത് മത്സരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചോ അല്ലെങ്കിൽ അത്തരം ഒരു കാര്യങ്ങൾ കണ്ടിട്ടോ അല്ല. നമ്മളന്ന് കൊടുത്തൊരു വാക്ക് അവിടെ ഞാൻ നിൽക്കണമെന്ന് പാർട്ടി പ്രവർത്തകരുടെ ഒരു സ്നേഹനിർഭരമായിട്ടുള്ള ഒരു ക്ഷണം അത് സ്വീകരിച്ചാണ് ഞാൻ നിന്നത്. ഇനിയും ഞാൻ അവിടെ തന്നെ ഉണ്ടാകും. അവിടെ ഒരിക്കലും മുറിച്ചു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം നേതാക്കൾ ആരെങ്കിലും താങ്കളെ വിളിച്ചിരുന്നു എന്തെങ്കിലും തരത്തിൽ? സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ശ്രീ AK ആൻ്റണി സാറ് മുതൽ ശ്രീ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള എല്ലാ കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കളും ബന്ധപ്പെട്ടിട്ടുണ്ട്. UDFൻ്റെ നേതാക്കൾ ശ്രീ PK കുഞ്ഞാടി സാഹിബും അതുപോലെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ളവരൊക്കെ എന്നെ വിളിച്ചിരുന്നു. അത് സ്വാഭാവികമായും ആ പേര് ഉള്ളത് കൊണ്ടായിരിക്കാം അവരൊക്കെ എന്നോട് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പട്ടാമ്പിയിൽ പരിഗണിക്കപ്പെട്ട വേറെ യൂത്ത് കോൺഗ്രസ് നേതാവ് ഇപ്പോൾ വിമതനാണ് അവിടെ. അത് ഒരു പ്രത്യേക സാഹചര്യം കൊണ്ടുണ്ടായിട്ടുള്ളതാണ്. സ്വാഭാവികമായും 5 വർഷക്കാലം അവർക്കിടയിൽ പ്രവർത്തിച്ചതുകൊണ്ട് വൈകാരികമായി അവരൊക്കെ ഞാൻ വരുമെന്ന ഒരു പ്രതീക്ഷയിലായിരുന്നു. അപ്പോൾ എന്നോടൊപ്പം കഴിഞ്ഞ 5 വർഷക്കാലം സംഘടനാ പ്രവർത്തനവും മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്ത ഒരാളാണ് ഷാഫി പട്ടാമ്പി. അപ്പോൾ ഷാഫി പട്ടാമ്പി പെട്ടെന്ന് ഇത്തരമൊരു സാഹചര്യം വന്ന് എനിക്ക് സ്ഥാനാർത്ഥിത്വമില്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ ഒരു വൈകാരികമായിട്ടുള്ള ഒരു ശ്രമമാണത്. തീർച്ചയായും ഷാഫിയെ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തും. ഷാഫി ഉൾപ്പെടെ ഈ കേരളത്തിലെ UDFൻ്റെ വിജയത്തിന് വേണ്ടി മുന്നിൽ ഉണ്ടാകും. ഈ സത്യസന്ധമായിട്ട് പറയണോ, റിയാസ് കഴിഞ്ഞ 5 വർഷമായിട്ട് പട്ടാമ്പിയിൽ അവിടെ പ്രവർത്തിക്കുകയാണ്. അതിനുശേഷം ഏറ്റവും മാസങ്ങൾക്ക് മുമ്പ് വന്ന ഒരാളെ അവിടെ സ്ഥാനാർത്ഥിയാവുന്നു. റിയാസ് ഈ മലപ്പുറത്തു നിന്നുണ്ടായിരുന്ന ബന്ധമൊക്കെ വിച്ഛേദിച്ചാണ് അവിടെ പോയി പ്രവർത്തിച്ചത്. അപ്പോൾ റിയാസിനെ ശരിക്കും വേദനിപ്പിച്ചില്ല? ഒരിക്കലുമില്ല. നമ്മൾ കിട്ടാത്തതിനെ സംബന്ധിച്ച് വേദനിക്കുകയല്ല വേണ്ടത്, കിട്ടിയതിനെ സംബന്ധിച്ച് നമ്മൾ സന്തോഷിക്കുക വേണ്ടത്. മലപ്പുറം ജില്ലയിൽ നിയമസഭാ സീറ്റിൽ മത്സരിക്കാൻ അവസരം കിട്ടിയ കോൺഗ്രസ് നേതാക്കൾ വളരെ പരിമിതമാണ്. ഞാൻ ജീവിക്കുന്നത് കൊണ്ടോട്ടി നിയോജകമണ്ഡലത്തിലാണ്. കൊണ്ടോട്ടിയിൽ നിന്ന് ചരിത്രത്തിൽ ഇന്നേ വരെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കൈപ്പത്തിയിൽ മത്സരിക്കാൻ അവസരം കിട്ടാത്തൊരു നാടാണ്. ആ കൊണ്ടോട്ടിയിൽ നിന്ന് വന്ന് ഈ മലപ്പുറത്ത് സംഘടനാ പ്രവർത്തനം നടത്തി എനിക്ക് 2021 മത്സരിക്കാൻ അവസരം തന്നൊരു പാർട്ടി. അപ്പോൾ അതുകൊണ്ട് ആ കിട്ടിയത് ഞാൻ ഏറ്റവും തൃപ്തനാണ്, അഭിമാനമുള്ളവനാണ്. വാർത്ത വന്ന സമയത്ത് തീർച്ചയായും സ്വാഭാവികമായി ബന്ധപ്പെട്ടു. പക്ഷേ അത് ഞാൻ പറഞ്ഞു അവരോട് അതൊരു അടിസ്ഥാനവുമില്ല, അതൊരു വായുവിൽ നിന്ന് വന്ന വാർത്തയാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും അങ്ങനെ വലിയ ചർച്ചയിലേക്കൊന്നും പോയിട്ടില്ല. ഞാൻ തന്നെ നിഷേധിച്ചതുകൊണ്ട്, അത്തരം ഒരു വാർത്തക്ക് അടിസ്ഥാനമില്ല എന്ന് ഞാൻ തന്നെ പറഞ്ഞതുകൊണ്ട് പിന്നെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകേണ്ട കാര്യമില്ലല്ലോ. തീർച്ചയായിട്ടും CPMന് സ്ഥാനാർത്ഥി ക്ഷാമം ഉള്ളതുകൊണ്ടാണല്ലോ മറ്റന്നാൾ നോമിനേഷൻ കൊടുക്കേണ്ട അവസാന സമയമാണ്. ഈ സമയം വരെ അവർക്ക് കിട്ടാത്തത്. അവർ പലരെയും സമീപിക്കുന്നുണ്ടാകാം. ഏതായാലും UDFൻ്റെ ഒരു സുനിശ്ചിത വിജയമാണ് അതൊക്കെ സൂചിപ്പിക്കുന്നത്.